ഇന്നത്തെ എൻ്റെ റെസിപ്പി പഴുത്ത മാങ്ങയുടെ പൾപ്പ് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. ഈ പഴുത്ത മാങ്ങയുടെ പൾപ്പ് എടുത്തു വെച്ചാൽ നമുക്ക് മാങ്ങയുടെ സീസൺ കഴിയുമ്പോഴും നല്ല ഫ്രഷ് ജ്യൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ മാംഗോ പൾപ്പ് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചാൽ ഒരു വർഷം വരെ കേടുകൂടാതെ ഇരിക്കും. നമുക്ക് ഈ മാംഗോ പൾപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം. പൾപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് മാമ്പഴം റെഡിയാക്കിയിരിക്കുകയാണ്. നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. മാമ്പഴമെല്ലാം ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ഒട്ടും തൊടരുത്. ആ മാമ്പഴത്തിൻ്റെ പൾപ്പെല്ലാം നമ്മൾ 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഈ മാമ്പഴം ഇളക്കിക്കൊണ്ടിരിക്കാം. അടിയൊന്നും പിടിക്കരുത്. മാമ്പഴം അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ പൾപ്പ് എടുക്കണം. ഒട്ടും തരിയോ കഷ്ണങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മളിപ്പോൾ ഏകദേശം 1 കിലോ മാങ്ങ 6 എണ്ണമാണ് എടുത്തിരുന്നത്. ഇടത്തറി 6 എണ്ണമാണ് എടുത്തിരുന്നത്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ജ്യൂസ് എടുക്കുമ്പോൾ പഞ്ചസാര ഒന്നും ഇനിയും ചേർക്കണ്ട. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമയമെല്ലാം ഒന്ന് മാറിക്കിട്ടും. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം മാമ്പഴമുള്ള സമയമാണ്. നമ്മളിപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ഫ്രീസറിൽ നമുക്കിതൊരു വർഷത്തേക്ക് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാനായിട്ട് നമുക്കിങ്ങനെ പൾപ്പെടുത്ത് വെക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫ്രൂട്ടി അതുപോലത്തെ മാംഗോ ജ്യൂസൊക്കെ പ്രിസർവേറ്റീവ്സൊക്കെ ചേർന്നതാണ്. ഇതിൽ നമ്മൾ ഒരു കെമിക്കലും ചേർക്കുകയില്ല. തിളച്ച് വരാറാകുമ്പോൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ മാമ്പഴത്തിലെ വെള്ളം പോകും തോറും ഈ പൾപ്പ് നല്ല കട്ടിയായിട്ട് വരും. നമുക്കിതിനകത്തെ ജലാംശം മുഴുവൻ ഇങ്ങനെ തിളപ്പിച്ച് വറ്റിക്കണം. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യെ വീഴാതെ സൂക്ഷിക്കണം. നമ്മളിപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റായി ഈ പൾപ്പ് തിളപ്പിക്കുകയാണ്. ഏതാണ്ട് ഇതിലെ ജലാംശം എല്ലാം വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 നാരങ്ങയുടെ ഒട്ടും വെള്ളമൊന്നും ചേരാത്ത ജ്യൂസാണ്. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മാംഗോ പൾപ്പ് നന്നായിട്ട് മുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുത്ത മാംഗോ പൾപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പം ഫ്രീസറിൽ കയറ്റി വെക്കരുത്, ചില്ല് പൊട്ടിപ്പോവും. നമുക്ക് ആ മാംഗോ പൾപ്പ് ഈ കുപ്പി ഭരണിയിലേക്ക് മാറ്റാം. ഒരു കിലോയുടെ ഈ ഭരണി നിറച്ച് നമ്മൾ മാംഗോ പൾപ്പ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്ന് ഓരോ ടേബിൾ സ്പൂൺ എടുത്ത് നല്ല തണുത്ത വെള്ളവും കൂടെ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്കിതിൽ നിന്ന് 1 ഗ്ലാസ് ജ്യൂസും കൂടി ഒന്ന് റെഡിയാക്കാം. നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് 1 ടേബിൾ സ്പൂൺ മാംഗോ പൾപ്പ് ഇട്ട് കൊടുക്കാം. ഇനിയും ഷുഗർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഇടേണ്ടവർക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നല്ല മാംഗോ ജ്യൂസ് കിട്ടിയിരിക്കുകയാണ്. മധുരം ചേർക്കേണ്ട നല്ല തണുത്ത വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇങ്ങനെ മാംഗോ പൾപ്പ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് മാങ്ങയുടെ സീസൺ കഴിഞ്ഞാലും നല്ല മാംഗോ ജ്യൂസ് കുടിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.